ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സങ്കീർത്തനങ്ങൾ 25-14 വാക്യം. യഹോവയുടെ സാഹിത്യം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഹിത്വവും ആത്മഭാരവും എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ഒരുമിച്ച്
ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കൂടപ്പുറപ്പുകളെ എല്ലാവരെയും സ്നേഹിതന്മാരാക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല. മിക്കപ്പോഴും തരാതരമുള്ളവരെയാണ് പലരും സ്നേഹിതന്മാരായി കൈക്കൊള്ളുന്നത്. സ്നേഹിതന്മാർ തമ്മിലും അവരുടെ കൂട്ടുകെട്ടിന് പലപ്പോഴും അതിരുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളവരാകും. യഥാർത്ഥ സഹിത്വം അവർ തമ്മിൽ ഉണ്ടാകണമെങ്കിൽ പരസ്പരം പൂർണ്ണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിയുന്നവരാകണം. പലപ്പോഴും അത് ഉണ്ടാകാറില്ല. ആത്മബന്ധമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സഹിത്വം ഉള്ള സ്നേഹിതന്മാരായിരിക്കുവാൻ കഴിയുകയുള്ളൂ. വലിയവൻ ചെറിയവനെ സ്നേഹിതനാക്കുമോ? സഹിത്വം പങ്കുവെക്കുകയോ ചെയ്യാറുണ്ടോ? ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്നു, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന്. വലിയവൻ, ഉന്നതൻ, ആർക്കും കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയാത്തവൻ, ചെറിയവനെ, ധാരാളം പരിമിതികൾ ഉള്ളവനെ സ്നേഹിതനാക്കുകയും സഹിത്വം പകരുകയും ചെയ്യുന്നു. സൃഷ്ടിതാവായ ദൈവം തൻ്റെ സൃഷ്ടിയെ സ്നേഹിതനാക്കുന്നു. മനുഷ്യൻ തൻ്റെ ദൈവത്തെ സ്നേഹിതനാക്കുവാനും അവൻ്റെ സഹിത്വം തനിക്കുണ്ടാകുവാനുമുള്ള അവസരം ഉപയോഗിക്കുന്നു. പ്രിയരെ, യഹോവയുടെ സഹിത്വം തന്നെ സ്നേഹിക്കുന്ന മനുഷ്യന് അപ്രാപ്യമായതല്ല. അത് നേടുവാൻ ഏത് മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ അവസരമുണ്ട്. പ്രത്യേകാൽ തൻ്റെ മക്കൾക്ക് അവകാശവുമുണ്ട്. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ലഭിക്കും എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഒരു ജഡീക മനസ്സും കൊണ്ട് ഒരിക്കലും യഹോവയുടെ സഹിത്വം തിരിച്ചറിയുവാനാകുകയില്ല. ആത്മീയ മനസ്സിനുടമകൾക്ക് മാത്രമേ യഹോവയുടെ സഹിത്വം മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. സഹിത്വം ലഭിക്കുന്നവർക്ക് യഹോവയായ ദൈവം രഹസ്യങ്ങൾ, താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിയുവാൻ അവസരം ഉണ്ട്. സഹിത്വം അനുഭവിക്കുന്നവർക്ക് യഹോവയുടെ മഹത്വം എന്തെന്നും ആത്മനിർഭൻ ജീവിതത്തിൻ്റെ ആനന്ദവും അനുഗ്രഹവും എന്തെന്നും യഹോവയുടെ നീതി എന്തെന്നും അതെപ്രകാരം എന്നതും തൻ്റെ പദ്ധതികൾ എന്തെന്നും ദൈവം വിവരിച്ചു കൊടുക്കും. അവന് വെളിപ്പെടുത്തി കൊടുക്കാത്തതായ യാതൊന്നും ഉണ്ടാകില്ല. ദൈവം സ്നേഹിതനെ പോലെ കണ്ടിരുന്ന ഭക്തന്മാരെ തിരുവചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരുന്നുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന് സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു എന്ന യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്നേഹിതൻ എന്ന നിലവാരത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്ന അബ്രഹാം താൻ വിളിക്കപ്പെട്ടതിന് ശേഷം, ഇറങ്ങിപ്പുറപ്പെട്ടതിന് ശേഷം താൻ ഉയർത്തപ്പെട്ടു. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം! പിന്നീട് ദൈവത്തിന് സ്നേഹിതനായ അബ്രഹാം എന്ന് താൻ അറിയപ്പെട്ടു. അവൻ എൻ്റെ സ്നേഹിതനെന്ന്, എനിക്കവനോട് സഹിത്വമുണ്ട് എന്ന് പറയുന്നതിന് ദൈവത്തിന് ഒരു മടിയുമില്ലായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ എന്നത്രേ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവം യാക്കോബിനെ പേർ വിളിച്ച് നീ എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനെക്കുറിച്ച് ആ പറയുന്ന ഭാഗത്ത് നീ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുന്നതിൽ ദൈവം അഭിമാനിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹിതൻ ആയിരിക്കുന്നതിൽ അബ്രഹാം വിജയിച്ചു. സ്നേഹിതന് സഹിത്വം ലഭിക്കുന്നവന് ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെയുണ്ട്. ദൈവം സോദോം എന്ന പട്ടണത്തെ നശിപ്പിച്ചു കളയുവാൻ തീരുമാനിച്ച വിവരം തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോടാണ് അറിയിക്കുന്നത്. അബ്രഹാം ദൈവത്തോട് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ ആവശ്യപ്പെടുന്നത്, അവിടെ എനിക്ക് പ്രിയനായവനുണ്ട്, അവനെ അവിടെ നിന്ന് രക്ഷിക്കണം എന്നാണ്. നോക്കൂ പ്രിയരെ, സഹിത്വമുള്ളവൻ പട്ടണത്തിൻ്റെ നാശത്തിൽ നിന്ന് തനിക്കുള്ളവനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തോട് ആവശ്യപ്പെടുവാനുള്ള ആ അവകാശം ഉന്നയിക്കുന്നതിൽ കൂടി ലോത്തും കുടുംബവും
ആ പട്ടണത്തോടൊപ്പം നശിച്ചു പോകാതെ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന ചരിത്രം നാം പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, ഈ കാലത്തും യഹോവയുടെ സഹിത്വം അനുഭവിക്കുവാൻ തൻ്റെ ഭക്തന്മാർക്കിടയായിത്തീരും. നാം ദൈവത്തിന് സ്നേഹിതന്മാർ എന്ന് ദൈവം നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയാകത്തക്ക നിലയിലുള്ള ഒരു ജീവിതം നയിക്കുന്നവരായി തീരുമെങ്കിൽ നിശ്ചയമായും വചനപ്രകാരം യഹോവ തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന സഹിത്വം നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഭൂമിയുടെ പരപ്പിലെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയാകും. ദൈവം താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മോട് അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ എനിക്ക് കഴിയുമോ എന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്ത് ആ ഉറപ്പ് പ്രാപിക്കുവാൻ താല്പര്യപ്പെടുക. കൂടപ്പിറപ്പുകളെ, നാം ദൈവഭക്തിയുള്ളവരാകുമെങ്കിൽ, ദൈവവുമായി ഒരു ആത്മബന്ധം നാം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, ആ സഹിത്വം നമുക്ക് മനസ്സിലാക്കുവാൻ, നമുക്ക് അത് അനുഭവിക്കുവാനിടയാകും. ദൈവം നമുക്ക് മറച്ചു വയ്ക്കാതെ നമ്മുടെ രഹസ്യങ്ങൾ, തൻ്റെ പദ്ധതികൾ ഒക്കെ അറിയിച്ചു തരും. അബ്രഹാമിനെ പോലെ താൻ ദൈവത്തിൽ നിന്നുള്ള സഹിത്വത്തിൽ അറിഞ്ഞ ആ വിഷയം തന്നെ ആത്മഭാരമുള്ളവനാക്കി തീർത്തതുപോലെ പട്ടണത്തോടുകൂടി നശിപ്പിക്കപ്പെട്ടു പോകാതെ ചിലരെയൊക്കെ രക്ഷിച്ചെടുക്കുവാൻ നമുക്കിടയാകണം. ദൈവത്തോട് സഹിത്വം ഉളവാക്കുവാൻ പ്രിയരെ കഴിയുമോ? ദൈവത്തിന് സഹിത്വം നേടുവാൻ കഴിയുമോ? അതിനിടയാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. ചിലരെയൊക്കെ നേടുവാനുള്ള ആത്മഭാരം പ്രിയരെ നമുക്ക് ദൈവത്തോട് അറിയിക്കുവാൻ കഴിയണം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ട വചനപ്രകാരം ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിക്കുന്നവരായി തീരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന ഭാഗ്യപദവിക്കും അവകാശത്തിനും യോഗ്യത പ്രാപിച്ച ഒരു വിശുദ്ധ ജീവിതം, ആത്മനിറവിൻ്റെ ജീവിതം, ആത്മഭാരമുള്ള ജീവിതം, ചിലരെയൊക്കെ രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തോട് ഞങ്ങളുടെ ആഗ്രഹം അറിയിക്കുന്ന ആ അനുഭവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിങ്ങളുടെ കൃപയാൽ ഞങ്ങളെ ഇന്ന് പകലിൽ നിറയ്ക്കണം, വഴി നടത്തണം. അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവിൻ്റെ അനുഭവം ഇന്ന് പകലിലും അനുഭവിച്ച് ജീവിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ, വാദ്യഘോഷത്തോടെ, ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നോയല്ല ദൈവത്തെ ആരാധിക്കാം. ദൈവം
ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം.